ഇന്നത്തെ റെസിപ്പി ഒരു തട്ടിക്കൂട്ടൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണ് മുട്ട വേണ്ടത് അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേവിച്ചിട്ട് മുട്ട വേവിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ഇച്ചിരി ഗരം മസാല പൗഡർ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിയിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് തിക്കായിട്ടൊന്ന് ഒരു മസാല പരണ്ടിരിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ചേർക്കരുത്, നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പരണ്ടിരിക്കുന്ന പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതി. നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. മുട്ടയിലൊരു പരണ്ടിരിക്കുന്ന പരുവാണ് വേണ്ടത്. നല്ലോണം ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ മുട്ടയിലൊട്ടും പിടിക്കില്ല. ഇതിപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു കാര്യം ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതുവരെ ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് 1/2 കപ്പ് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് ഈ ഒരു കൂട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് തൈരും അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കൂട്ട് തന്നെ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂൺ മാത്രം എണ്ണയൊക്കെ മതിയാകും കേട്ടോ ഇതിലോട്ട്. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഇതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുട്ട ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെറിയൊരു ടേസ്റ്റിൻ്റെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ മുട്ട കഴിക്കാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇത് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെ ചൂടിൽ തന്നെ ഇനി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നോളും. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 1 ടീസ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതുപോലെ ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്ത് വടയുന്ന പരുവമാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു ഇച്ചിരി നമുക്ക് ഒരു ബൗളിലോട്ട് ആക്കിയിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നീട് ആദ്യം ഇതൊന്ന് ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലയിൽ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമുക്ക് കറിയുടെ തിക്നെസ് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ മതിയാകും. ഒരുപാടൊന്നും ചേർക്കണ്ട. ആദ്യം തന്നെ ഞാൻ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെയാണ് ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ബൗളിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വെള്ളം ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് തിക്കായിട്ടുള്ള കറി തന്നെയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തൈരിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് വേവിച്ചെടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട. പിന്നെ ഇത് തിളച്ച് വരുന്ന സമയത്ത് കറി കൂടുതൽ തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി കുറച്ച് കൂടുതൽ തിക്കാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ആദ്യം നമ്മൾ
2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ ഇതിലോട്ട് ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. മല്ലിയില അരിഞ്ഞത് വേണമെങ്കിൽ ഇതിലോട്ട് വിതറി കൊടുക്കാം. എന്നിട്ട് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. ഇതും നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനും രാത്രി ഡിന്നറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.